പാകിസ്ഥാനിൽ വലിയ ആഘോഷമാണ്. അവിടെ ലഡു വിതരണം, വലിയ റാലികൾ, അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളാണ് അതിനെല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ എയർബേസ് തകർത്തു എന്നാണ്. ആ എയർബേസിലാണ് അല്പസമയം മുമ്പ് മോദി പറന്നിറങ്ങി അവിടെ സൈനികരുമായി സംസാരിക്കുന്നു, അവരുമായി ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു. പാകിസ്ഥാനുള്ള മറുപടിയല്ലേ അത്? അപ്രതീക്ഷിത സന്ദർശനവുമാണ്. കാരണം അത് മനഃപൂർവ്വം ഒരു തിരിച്ചടി കൊടുത്തതാണ്. അതായത് അവരിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചു, ഇന്ത്യയിലെ എത്രയോ വ്യോമതാവളങ്ങൾ തകർത്തു, അതുപോലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നൊക്കെ. അത് ഒന്നും സംഭവിച്ചില്ല എന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. കാരണം ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി വരാം. അതും കൂടി അവരെയും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇത് ലോകത്തിനു മേൽ തന്നെ ഇന്ത്യ നേടിയിരിക്കുന്ന ഒരു വലിയ വിജയം കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം മോദി 22 മിനിറ്റുള്ള ഒരു പ്രസംഗം രാഷ്ട്രത്തിനോട് നടത്തിയത്. അതിൽ വളരെ ചിട്ടയോടുകൂടിയ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ വളരെ അർത്ഥവത്തായിട്ടാണ് മോദി അവതരിപ്പിച്ചത്. അത് ഇന്ത്യ നേടിയ വിജയവും ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാവുകയും ചെയ്തു. അതായത് ഭീകര പ്രവർത്തനങ്ങളോട് ഇന്ത്യ ഏത് തരത്തിലുള്ള സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് ലോകത്തിന് ബോധ്യമാക്കി കൊടുത്തു. അപ്പോൾ അത്തരത്തിലുള്ള ഭീകരപ്രവർത്തനത്തെ എങ്ങനെ നേരിടണമെന്നാണ് മനസ്സിലാക്കി കൊടുത്തത്. അത് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ്. കാരണം ഇനിയിപ്പോൾ ഇന്ത്യ പറയുന്നത് ലോകത്ത് എവിടെ ഭീകരപ്രവർത്തനങ്ങൾ നടന്നാലും ഭീകരാക്രമണം നടന്നാലും അത് പാകിസ്ഥാൻ്റെ പങ്ക്, അവരുടെ റോള് കൃത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതൊക്കെ അപ്പോൾ ഇവർക്ക് ഇവരെന്താ ചെയ്തത്? പാകിസ്ഥാൻ കരഞ്ഞ് കാല് വിളിച്ചിട്ടല്ലേ ഈ വെടിനിർത്തലിലേക്ക് പോയത്. ഇന്ത്യ ആരെയും സൈനിക കേന്ദ്രങ്ങളോ ജനവാസ മേഖലകളോ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. ഈ ഭീകര പ്രവർത്തകരെയും ഭീകര കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കിയാണ് പോയത്. അപ്പോൾ തിരിച്ചു പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ജനവാസ മേഖലകളിലേക്കും മറ്റു പലയിടങ്ങളിലും ലക്ഷ്യമിട്ടു. പക്ഷെ അതൊന്നും ഏശാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇവർ അവരുടെ നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ അവർക്ക് പരാജയം നമ്മൾക്കുണ്ടായില്ല എന്ന് കാണിക്കണ്ടേ. കാരണം ഇപ്പോൾ തന്നെ അവിടെ ജനജീവിതം ദുസ്സഹവും ജനങ്ങൾ വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമം, ജീവിക്കാൻ തന്നെ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. പാർലമെൻറ്റ് അംഗം തന്നെ പാർലമെൻറ്റിൽ കരഞ്ഞു പറയുന്നു നമ്മളെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസരത്തിൽ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ വ്യോമതാവളങ്ങളൊക്കെ തന്നെ അറ്റാക്ക് ചെയ്തു. അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയാണ് പഞ്ചാബിലെ വ്യോമതാവളത്തിലേക്ക് ആദംപൂരിലേക്ക് നരേന്ദ്രമോദി ചെന്നിറങ്ങിയത്. അത് മുൻകൂട്ടി ഒന്നും അറിയിച്ചിട്ടില്ല. അപ്രതീക്ഷിത സന്ദർശനം തന്നെയാണ് നടത്തിയത്. ഇന്നലെ തന്നെ അതിൽ ഏറ്റവും മോദി കാണിച്ചിരിക്കുന്ന ഒരു ധൈര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സംഘർഷം നടക്കുന്ന ഒരു മേഖല പഞ്ചാബാണ്, അതിർത്തി പ്രദേശമാണ്. ആ മേഖലയിലേക്കാണ് നരേന്ദ്രമോദി പറന്നിറങ്ങുന്നത്. ഇത് ലോകത്തിന് തന്നെ, ഇന്ത്യയിലെ ജനങ്ങൾക്കും ലോകത്തിനും സൈനികർക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ലല്ലോ. കാരണം ഈ പഞ്ചാബിൻ്റെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളെ ഒഴിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇടം കൂടിയാണ്. അവിടേക്കാണ് ചെന്നിറങ്ങുന്നത്. അപ്പോൾ അവിടെയാണ് തകർത്തത് എന്ന് പാകിസ്ഥാൻ പറഞ്ഞാഘോഷിക്കുമ്പോൾ അവിടേക്ക് തന്നെ രാഷ്ട്രത്തിൻ്റെ തലവൻ ചെന്നിറങ്ങുക എന്ന് പറയുന്നത് ഈ സൈനിക ക്യാമ്പുകൾ ആകെ അങ്ങ് മാറിയല്ലോ. അവരൊക്കെ ഉത്സാഹഭരിതരായി മാറി. അവർ ചെയ്തതിൻ്റെ ഒരു വലിയ അംഗീകാരം അവർക്ക് കിട്ടുന്നു എന്നായി. നരേന്ദ്രമോദി അവരോടൊപ്പം നിൽക്കുന്നു, അവരോടൊപ്പം നിന്നുകൊണ്ട് ഭാരത് മാതാ വിളിക്കുന്നു. അങ്ങനെ ഒരു ലോകത്തിന് തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അപ്പോൾ ഇന്നലെ തന്നെ രാഷ്ട്രത്തോട് പ്രധാനമന്ത്രി സംസാരിക്കുമെന്നുള്ളതും അതെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി സൈനിക താവളങ്ങൾ സന്ദർശിക്കുമ്പോൾ, സൈനികരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ
ശത്രുരാജ്യമായ ഭീകരവാദ രാജ്യമായ പാകിസ്ഥാൻ ചെയ്യുന്നത്, അവിടുത്തെ സേനാ മേധാവി ചെയ്യുന്നത് അവിടെ പരിക്കേറ്റി കിടക്കുന്ന തീവ്രവാദികളെ സന്ദർശിക്കാനാണ്, അവർക്ക് പിന്തുണ നൽകാനാണ്. അതെ, അതുപോലെ തന്നെ തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ തലവന്മാരും എല്ലാം എത്തുന്നു, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തുന്നു. അപ്പോൾ അവർക്ക് ആരുമൊക്കെയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദി ഇന്നലെ തന്നെ രാഷ്ട്രത്തോട് സംസാരിച്ച് 22 മിനിറ്റ്. ഇതും വളരെ മുൻകൂട്ടിയൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. ഈ സംഭവം കാശ്മീരിൽ നടന്നതിന് ശേഷം മോദി വളരെ നിശബ്ദനായിരുന്നു എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് തിരുവനന്തപുരത്ത് വന്നു, അല്ലേ, വിഴിഞ്ഞം പോർട്ടിൻ്റെ രാജ്യത്തിന് സമർപ്പിക്കുന്നു. ഈ സമയത്തെല്ലാം ഇതിൻ്റേതായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കൃത്യം 15 ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ തിരിച്ചടി കൊടുത്തത്. ആ 15 ദിവസം എന്ന് പറയുന്നത് അതിൻ്റേതായ കാര്യങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു നീക്കമാണ് നടത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3-4 നാൾ കഴിയുമ്പോഴാണല്ലോ രാഷ്ട്രത്തോട്, അതും ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ ആരാണ് വിശദീകരിക്കുന്നത് തന്നെ? ആ സൈന്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ട് തന്നെയാണ്, വനിതകളാണ് അതിനകത്ത് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇതൊക്കെ ഈ സൈന്യത്തിൻ്റെ ഒരു ആത്മബലം, അവരുടെ ഒരു വീര്യം, മനോവീര്യം തകർക്കുകയല്ല ചെയ്യുന്നത്, അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ സംഭവത്തിൽ മാത്രമല്ല, നാം എല്ലാ വർഷവും പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് എല്ലാ ദീപാവലി ദിവസങ്ങളിലും നരേന്ദ്രമോദി ഇത്തരം സൈനിക താവളങ്ങൾ സന്ദർശിച്ച് അവരോടൊപ്പം മധുരവുമായിട്ട് പോയി ദീപാവലി ആഘോഷിക്കാറുണ്ട്. അത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളതുമാണ്. അത് പിന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും ആ കൃത്യം ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർശനം ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രശ്നബാധിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് ചെന്ന് പോകുന്നത്. ഇപ്പോൾ നോക്കണം, സൗദി അറേബ്യയിലെ യാത്ര വെട്ടിച്ചുരുക്കിയാണ് ഈ സംഭവം നടന്നതിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. അങ്ങനെ വളരെ ഒരു താപസിയുടെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ വിലയിരുത്തുകയും സൈന്യ മേധാവികളുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ ക്രമമായിട്ട് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. വളരെ ആ പ്രസംഗം തന്നെ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ല, എല്ലാം വളരെ. കാരണം ഇനി ഈ ഭീകരവാദവും അല്ലെന്നുണ്ടെങ്കിൽ വ്യാപാരവും ഇതും ഒന്നും ഒന്നിച്ചു കൊണ്ടുപോകാൻ പാടില്ല, ഏതെങ്കിലും ഒന്ന് മതി. ഇവരെ പിന്നെ ഭീകരാക്രമണത്തിൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് സിന്ധു ജല കരാറുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഒന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ രക്തം, രണ്ടും കൂടെ ഒന്നിച്ചൊഴുകില്ല എന്നതാണ് മോദിയുടെ സന്ദേശം. ഇവിടെ നിന്ന് മരുന്നുകൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല ഇപ്പം പാകിസ്ഥാനിലേക്ക്. അത് അവർക്ക് പിന്നെ വലിയ പ്രശ്നമല്ലേ ഉണ്ടാക്കുന്നത്. ഒരു രാജ്യത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും താറുമാറാകുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും അല്ല അവരുടെ അന്വേഷണം, എങ്ങനെ വേണമെങ്കിലും പോകട്ടെ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണല്ലോ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. മോദി അതും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഈ 3 ദിവസത്തെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആ രാജ്യം പിന്നെ എത്രത്തോളം പുറകോട്ടടിച്ചു, പൊതുവേ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഇടമാണ്. ഈ സംഭവം കൂടി കഴിഞ്ഞപ്പോൾ ആ രാഷ്ട്രം പിന്നെയും പുറകിലേക്ക് പോയി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പുറകിലോട്ട് പോയിട്ടുണ്ട്. കാരണം വൻ വിലവർദ്ധനവ്, അവരുടെ വേണ്ട തരത്തിലുള്ള ആയുധശേഖരമോ സൈന്യബലമോ ഒന്നും തന്നെ അവർക്കില്ല എന്നുള്ളതാണ്. പിന്നെ എന്തായാലും ഈ ഭീകരാക്രമണത്തിന് മൊത്തത്തിൽ കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് ഇതുകൊണ്ടവർ പാഠം പഠിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. കാരണം അത് അവരുടെ ഒരു തൊഴിലാണ്, നിത്യത്തൊഴിലാണ്, കുലത്തൊഴിലാണ് ഈ ഭീകരവാദവും ഭീകരാക്രമണവും എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കും. അതിർത്തിയിലൊക്കെ കനത്ത സുരക്ഷയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.